ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. ഫേമസ് നോവലിസ്റ്റായ ചേതൻ ഭഗത്തിൻ്റെ മൂന്നാമത്തെ നോവലായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ 3 തെറ്റുകൾ അല്ലെങ്കിൽ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അഹമ്മദാബാദുകാരനായ ഗോവിന്ദിൻ്റെ എക്കാലത്തെയും വലിയ സ്വപ്നം ഒരു ബിസിനസ്സുകാരനാവുക എന്നതായിരുന്നു. യുവത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവൻ അതിനുള്ള ശ്രമങ്ങളും ആരംഭിക്കുകയാണ്. കൂട്ടുകാരായിരുന്ന ഇഷാന്റെയും ഓമിയുടെയും താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് 3 പേരും കൂടി ചേർന്ന് ഒരു ക്രിക്കറ്റ് ഷോപ്പ് ആരംഭിക്കുകയാണ്. പക്ഷേ ആ വലിയ നഗരത്തിൽ അവർ കരുതിയിരുന്നത് പോലെ എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. ദുരിതങ്ങളും മതപരമായിട്ടുള്ള രാഷ്ട്രീയവും അപ്രതീക്ഷിതമായി ജീവിതത്തിലുണ്ടാവുന്ന പ്രണയവുമെല്ലാം ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തടസ്സമായി വരികയാണ്. ഇതിനുമെല്ലാം ഉപരി സ്വയം ചെയ്യുന്ന തെറ്റുകളും അവന് വെല്ലുവിളിയാവുകയാണ്. എന്താണ് ആ 3 തെറ്റുകൾ? ഇനി ആ തെറ്റുകൾ തിരുത്തിയാലും അത് തിരുത്തി മുന്നോട്ടു പോയി വിജയത്തിലെത്താൻ കഴിയുമോ എന്നതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ നോവൽ തുടങ്ങുന്നത് എഴുത്തുകാരനായ ചേതൻ ഭഗത്തിന് ഒരു അൺനോൺ ഇമെയിൽ അഡ്രസ്സിൽ നിന്ന് സൂയിസൈഡ് നോട്ട് കിട്ടുന്നത് വഴിയാണ്. ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ആ വ്യക്തിയെ എഴുത്തുകാരൻ അന്വേഷിച്ചു പോവുകയാണ്. അയാൾ അഹമ്മദാബാദിലാണ് ഉള്ളതെന്ന് പിന്നീട് എഴുത്തുകാരൻ മനസ്സിലാക്കുകയും ആ വ്യക്തിയുടെ അടുത്തേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. ഗോവിന്ദ് പട്ടേൽ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ കഥ പിന്നീട് ഈ എഴുത്തുകാരനോട് പറയുന്നതായാണ് കാണിക്കുന്നത്. മതവും രാഷ്ട്രീയവും പ്രണയവുമാണ് ഈ നോവലിലെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ എന്ന് പറയാം. അതിനോടൊപ്പം സുഹൃത്ത് ബന്ധവും ബിസിനസ്സും കടന്നു വരുന്നുണ്ട്. ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിൽ ജനിച്ചിട്ടുള്ള ആൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഈ നോവലിൽ വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഗോവിന്ദ്, ഇഷാൻ, ഓം എന്നിങ്ങനെ 3 സുഹൃത്തുക്കളും ഗോവിന്ദ് ട്യൂഷൻ പഠിപ്പിക്കുന്ന ഇഷാന്റെ സഹോദരിയായിട്ടുള്ള വിദ്യയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഗോവിന്ദ് വളരെ മികച്ചൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു ബിസിനസ് തുടങ്ങാനും അങ്ങനെ പണം സമ്പാദിക്കാനുമാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇഷാനാണെങ്കിൽ പഠനത്തിൽ അല്പം പിറകോട്ടാണ്. വീട്ടിൽ വലിയ പ്രോത്സാഹനമൊന്നുമില്ലെങ്കിലും ക്രിക്കറ്റ് കളിക്കാനും കാണാനുമാണ് ഇഷാന് കൂടുതൽ താല്പര്യം. ഓമിക്കാണെങ്കിൽ സ്വന്തമായിട്ട് വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. തൻ്റെ മറ്റു 2 സുഹൃത്തുക്കൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവനും അതിൽ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വമുണ്ടാവാൻ വേണ്ടി അവർ 3 പേരും ഒരു സ്പോർട്സ് സ്റ്റോർ തുടങ്ങുകയാണ്. അതോടൊപ്പം ഇഷാൻ തൻ്റെ പ്രദേശത്തുള്ള കുട്ടികൾക്ക് വേണ്ടി ക്രിക്കറ്റ് ക്ലാസുകളും നൽകാൻ തുടങ്ങുന്നു. അതിനുള്ള സഹായം അവർക്ക് ലഭിക്കുന്നത് ഓമയുടെ അങ്കിളായിട്ടുള്ള ബിട്ടുമാമയിൽ നിന്നാണ്. ഇഷാൻ വളരെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായ അലിയെ കണ്ടുപിടിക്കുന്നുണ്ട്. ഗോവിന്ദാണെങ്കിൽ താൻ മാത്സ് പഠിപ്പിക്കുന്ന ഇഷാന്റെ സഹോദരി വിദ്യയുമായി ഇഷ്ടത്തിലാകുന്നുണ്ട്. ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമായ ബിട്ടുമാമയോടൊപ്പം ഓമി ചേരുകയും ചെയ്യുന്നു. പെട്ടെന്നുണ്ടാകുന്ന ഭൂകമ്പം അവരുടെ സ്പോർട്സ് സ്റ്റോറിനെ തകർത്ത് കളയുകയും ഗോവിന്ദന് അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്യുന്നുണ്ട്. വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് അതുവഴി അവനുണ്ടാകുന്നത്. അതായിരുന്നു ഗോവിന്ദിന് പറ്റുന്ന ആദ്യത്തെ തെറ്റ്. വിദ്യയുമായുള്ള രഹസ്യ പ്രണയമാണ് ഗോവിന്ദ് ചെയ്യുന്ന 2ാമത്തെ തെറ്റ്. ഇഷാനോടുള്ള വിശ്വസ്തതയും വിദ്യയോടുള്ള സ്നേഹത്തിനുമിടയിൽ ഗോവിന്ദ് കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അലിയുടെ കഴിവും അവനെക്കുറിച്ചുള്ള ആ സുഹൃത്തുക്കളുടെ സ്വപ്നവും അവരുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഗുജറാത്തിലെ ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യവും അലിയുടെ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടും ആ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ടെങ്കിലും അവർ ആ സ്വപ്നത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെടുകയും അലിയുടെ ജീവൻ രക്ഷിക്കാൻ ഓമി സ്വന്തം ജീവിതം ബലി നൽകുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇടപെടാൻ മടിച്ചു നിൽക്കുകയാണ് ഗോവിന്ദ്. അത് തന്നെയാണ് ഗോവിന്ദിന്റെ 3ാമത്തെ തെറ്റായി മാറുകയും ചെയ്യുന്നത്. ഈ സംഭവത്തിൽ അലിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഓമിയുടെ മരണത്തിനും അലിയുടെ പരിക്കിനും ഗോവിന്ദാണ് കാരണമെന്ന് ഇഷാൻ പറയുകയും അവരുടെ സൗഹൃദം തകരുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് അലിയുടെ സർജറിക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു തരാനായി ഗോവിന്ദ് മുന്നോട്ട് വരികയും അതിലൂടെ തന്നെ അലി പിന്നീട് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. അങ്ങനെ അലിയിലൂടെ ആ സുഹൃത്തുക്കൾ വീണ്ടും ഒന്നിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന അവരുടെ സ്വപ്നം അവരെ വീണ്ടും ഒന്നിച്ചു ചേർക്കുന്നു എന്നും പറയാം. വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധമുണ്ടെങ്കിൽ തെറ്റുകൾ മറക്കാനും
വലിയ മുറിവുകൾ പോലും ഉണക്കാനും കഴിയുമെന്ന് ഗോവിന്ദ് മനസ്സിലാക്കുകയാണ് നോവലിന്റെ അവസാനത്തിൽ. അങ്ങനെ വളരെ മികച്ച രീതിയിൽ തന്നെ സുഹൃത്ത് ബന്ധത്തിന്റെ കഥയും ക്രിക്കറ്റിനോടുള്ള സ്നേഹവും ആരാധനയും രാഷ്ട്രീയപരവും മതപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ചേതൻ ഭഗത് ഈ ഒരു നോവലിൽ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു നോവല് സിനിമയാക്കി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നടൻ അതിൽ പ്രധാന ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ആ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. താങ്ക്